ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്ന് ഞാനൊരു വ്ളോഗാണ് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ കുറച്ച് പേര്, അതായത് ഞങ്ങളുടെ റിസപ്ഷൻ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ കുറച്ച് പേരായിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. അതായത് ഞങ്ങൾ കോവളത്താണ് പോകുന്നത്. കോവളത്ത് ഒരു ഹോട്ടലിൽ നിന്ന്, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ സമുദ്ര സദ്യ കഴിക്കാനായിട്ട് പോവുകയാണ്. ഞങ്ങളുടെ MD സാറാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഞങ്ങളൊരു 6-7 പേരുണ്ട്. ഞങ്ങൾ റിസപ്ഷനിലുള്ളവരും പിന്നെ എക്സ്റേയിലും ലാബിലും ഉള്ള 1-2 സ്റ്റാഫും കൂടെ ഉണ്ട്. ഞങ്ങളങ്ങനെ എല്ലാവരുമായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇവളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ. ഞങ്ങൾ 1-ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഇപ്പോൾ ഞങ്ങളിതാ ഒരുമിച്ച് ജോലിയും ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായി. അപ്പോൾ ഇതാണ് MD സാറിൻ്റെ കാറ്. ഞങ്ങൾ ഈ കാറിലാണ് പോകുന്നത് കേട്ടോ. ഈ കാറിലാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് MD സാറ്. അപ്പോൾ സാറ് കയറി ഞങ്ങളങ്ങനെ പോകാനായിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം, ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട്. ഞങ്ങൾ 1:45 തിരിച്ചത്. ഞങ്ങൾ അവിടെ 2:30 ആയപ്പോഴത്തേക്ക് എത്തി. അപ്പോൾ ഞങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് പോകാൻ ഞങ്ങൾ പോകുന്നത് സമുദ്ര സദ്യ കഴിക്കാനായിട്ടാണ് പോകുന്നത്. കോവളത്തുള്ള ഒരു സ്റ്റാർ ഹോട്ടലിലാണ് പോകുന്നത്. അവിടെ അതെന്ന് വെച്ചാൽ കുറേ ഐറ്റം ഫിഷൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിഷാണ്. ചോറും പിന്നെ അതിൻ്റെ കൂടെ കുറേ ഐറ്റം ഫിഷ്. ഞാനിതുവരെ ഞങ്ങൾ കഴിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ്. അത് ഒരു ഊണിന് തന്നെ ഏതാണ്ട് 1300 രൂപ അടുപ്പിച്ചാവും, ഒരു ഊണ് മാത്രമായിട്ട് തന്നെ. അപ്പം ഞങ്ങൾക്ക് അത് MD സാറ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ പോവാണ്. അപ്പോൾ ഞങ്ങളിത് ഏകദേശം എത്താറായി. പിന്നെ വണ്ടിക്കകത്ത് കയറുമ്പോൾ ആ ഒരു AC-യുടെ സ്മെല്ലൊക്കെ കൊണ്ടിട്ട് തല കറങ്ങും പോലെയൊക്കെ വരുന്നുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരി, അവൾ തല കറങ്ങി, അവളെ ഛർദ്ദിച്ച് കുഴഞ്ഞ് അവിടെ വീണു. അപ്പോൾ ഞങ്ങളങ്ങനെ എത്താറായി. അപ്പോൾ ഞങ്ങളിതാ എത്തി കേട്ടോ. ഇതാണ് ആ ഇത് റിസോർട്ടാണോ സ്റ്റാർ ഹോട്ടലാണോ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. സ്റ്റാർ ഹോട്ടലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ്. നിറച്ച് ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങളൊരു 2:30 മണി സമയത്തൊക്കെയാണ് എത്തിയത് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. നിറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. നിറച്ച് മരങ്ങളും പൂക്കളും ഒക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ മൈൻഡ് നല്ല റീഫ്രഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ എത്തി. ഞങ്ങളെല്ലാവരും ഇറങ്ങി. സാറ് പോയിട്ട് ബാക്കി എല്ലാത്തിനും പിടിച്ചിട്ടുണ്ട്. എനിക്ക് ഈ വീഡിയോ പിടിക്കലൊരു ഭയങ്കര പണിയായിരുന്നു കേട്ടോ. കാരണം ഫ്രണ്ട് ക്യാമറ പിടിക്കണം, പിന്നെ ബാക്കിലോട്ട് എന്നെയും എടുക്കണം. എനിക്ക് ഭയങ്കര ഒരു നല്ല രസമായിരുന്നു. ഞാൻ എന്നെക്കൊണ്ട് പറ്റും പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിനകത്തോട്ട് കയറി. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റൊക്കെ റെഡിയാക്കി ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡിന് വേണ്ടിയിട്ട്. കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു. ഇതാ ഹോട്ടലിൻ്റെ ആ മുകളിലത്തെ വശം ഞാൻ എടുത്താണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഹോട്ടലിൻ്റെ അകവും പുറവും ഒക്കെ നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് പ്ലേറ്റുകളൊക്കെ കൊണ്ട് തന്നു. കുറേ പ്ലേറ്റൊക്കെ തന്നു ഞാൻ കഴിക്കാനായിട്ട്.
അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് വന്നു. ഇതുപോലുള്ള 3 പ്ലേറ്റാണ് ഫുഡാണ് ഞങ്ങൾ വാങ്ങിയത്. ഇതിൽ ഒരെണ്ണത്തിന് തന്നെ 1300 രൂപയാണ് കേട്ടോ. അതിനകത്ത് നിറച്ചു ഫിഷാണ്, പല പല ഐറ്റം ഫിഷാണ്. കുറേ ഫിഷുണ്ട്, ഞണ്ട്, കൊഞ്ച്, നെത്തോലി, കണവ, പിന്നെ അങ്ങനെ കുറേ. ഇതെന്തോന്നു സാർ? എല്ലാം തന്നെ ഓരോന്ന് എടുത്തെടുത്ത് ഞാൻ കാണിക്കാം. കണവ, കരുവാട്, ഇത് മീനാണോ? അത് മീന്, നെമ്മീന്, അങ്ങനെ ഞങ്ങൾ ഏകദേശമൊക്കെ കഴിച്ചു. ഞാനാണെങ്കിൽ ഞണ്ടൊന്നും കഴിക്കത്തില്ല, നിറച്ച് ഞണ്ടൊക്കെ ഉണ്ടായിരുന്നു, വലിയ ഞണ്ടൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കൊഞ്ച് എല്ലാം നല്ല സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ഫുഡായിരുന്നു. അപ്പം ഞങ്ങളത് ഫുള്ളായിട്ട് കഴിച്ചു. പിന്നെ കുറേയൊക്കെ വേസ്റ്റായി, എല്ലാമൊന്നും കഴിച്ചു തീർക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, കുറേയൊക്കെ വേസ്റ്റായി കേട്ടോ. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞങ്ങൾ കഴിച്ചു. എനിക്കല്ലെങ്കിൽ ചിക്കൻ കറി ഇഷ്ടമല്ല. നീ ഒന്നും തൊടാത്തോണ്ടാണ്, വേറെ ഒന്നും തൊടാത്തോണ്ടാണ്. അങ്ങനെ ഞങ്ങൾ കഴിച്ചു, കുറേയൊക്കെ കഴിച്ചു, കുറേയല്ല ഞങ്ങൾ ഏകദേശം കഴിച്ചു കഴിഞ്ഞ് വേസ്റ്റൊക്കെ അവരെടുത്തുകൊണ്ട് പോവാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ കൈയൊക്കെ കഴുകിയിട്ട് വന്ന് വിചാരിച്ചു ഒരു ഐസ്ക്രീം കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ഐസ്ക്രീം വന്നു. പിന്നെ ഞങ്ങൾ അത് കഴിക്കാനായി. അപ്പോൾ ഞങ്ങൾ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമാണ് വാങ്ങിയത് കേട്ടോ. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ വിലയ്ക്കനുസരിച്ച് അതൊരല്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങി. ഇതൊക്കെ അതിന് ചുറ്റുമുള്ള പ്ലേസാണ്, നല്ലൊരു പാർക്ക് പോലെയൊക്കെയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അടിപൊളി പ്ലേസാണ്. നമ്മളവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇതിങ്ങനെ അവിടെ ഒരു പുൽത്തകിടി പോലെ ഉണ്ട്, താഴോട്ടൊരു കുത്തനെയുള്ള ഇറക്കമാണ്. അവിടെ ഞങ്ങളിങ്ങനെ കാല് നീട്ടി ഇങ്ങനെ ഇരുന്ന് നല്ല രസമുണ്ടായിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ ഫ്രണ്ടിനെ ഒരാൾ പിടിച്ചൊരൊറ്റ ഒന്ന് കൊടുത്തു, അവൾ താഴോട്ട് പിന്നെ ഞാനും അവളും കൂടെ കിടന്നും ഇരുന്നും ഒക്കെ ഞങ്ങൾ കുറേ വീഡിയോസും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഞാനും ചറവി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കയറി ഞങ്ങളിനി തിരിച്ചു പോകാൻ വേണം. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ കോവളം ബീച്ചുണ്ടല്ലോ, അവിടെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ പോയപ്പോൾ കടലിൽ ആ സൈഡിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, കാരണം അവിടെയൊക്കെ അടച്ചു വച്ചിരിക്കുകയായിരുന്നു, ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ കാറിനകത്തിരുന്ന് തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് ഇനി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെയൊക്കെ യാത്രയൊക്കെ പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇതിന് മുമ്പും കന്യാകുമാരി ഞങ്ങൾ പോയി, അത് MD സാർ തന്നെയാണ് കൊണ്ടുപോയത് ഞങ്ങളെ. അപ്പം ഇങ്ങനെ അത്രയും ഞങ്ങൾ ലൈഫിൽ ഇങ്ങനെ എന്നും ഓർമ്മിച്ച് വയ്ക്കാൻ ഇങ്ങനത്തെ ഓരോരോ നിമിഷങ്ങൾ സമ്മാനിച്ച് ഞങ്ങളുടെ MD സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.